അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞങ്ങളിന്നിവിടെ ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ട്രൈ ചെയ്തത്. ഫോർച്ചുനേറ്റ്ലി അത് ശരിയായി. ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ഐഡിയയാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ബോട്ടിൽ, അതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചത്, പിന്നെ 2 കളർ ഫാബ്രിക് പെയിൻറ്റ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷ്, സ്ക്രബ്ബർ അല്ലെങ്കിൽ സ്പോഞ്ച്, പിന്നെ ഗ്ലൂ ഗൺ. ഗ്ലൂ ഗൺ ഇപ്പോൾ എല്ലാ സ്റ്റേഷനറി കടകളിലൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത് തന്നെ, പക്ഷേ സക്സസ് ആയി വന്നു. ആദ്യം ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മുടെ ബോട്ടിലിന് ചുറ്റും ക്രോസ് ആയിട്ടോ ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് വരയ്ക്കാം. ബ്ലോക്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഞങ്ങൾ വാങ്ങിച്ചത് 150 രൂപയ്ക്കായിരുന്നു. പല റേറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഗ്ലൂ സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും. അതാണ് നമ്മൾ ഈ ഗ്ലൂ ഗണ്ണിൽ പ്ലേസ് ചെയ്യുമ്പം മെൽറ്റായിട്ട് ഈ നോസിലൂടെ വരുന്നത്. ഇത് വേറെ ഉണങ്ങാൻ വെക്കൊന്നും വേണ്ട. ഇത് നമ്മളെല്ലാം വർക്ക് കഴിയുമ്പോഴത്തേക്കും മേലിൽ നിന്ന് ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റ് ഐറ്റമാണിത്. ഇതുപോലെ ഫുൾ ബോട്ടിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജായി. അപ്പം ഗ്ലൂ ഗണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഈ ചെറിയ ത്രെഡ് പോലെയൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോഞ്ച് യൂസ് ചെയ്യുന്നത്. നല്ല ഹാർഡായിട്ടൊന്നും ചെയ്യണ്ട, ചെറുതായിട്ട് സോഫ്റ്റായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ബ്ലാക്കാണ് ഞങ്ങളിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലാക്ക് എല്ലാ പോർഷനിലും അടിച്ചു കൊടുക്കാം. നമുക്ക് ബ്രഷ് വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചും ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കുക. സാധാരണ ഇതുപോലത്തെ ബോട്ടിൽസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയാറാണ് പതിവ്. പക്ഷേ ഇതുപോലെ ഒരു ഫ്ലവർ പോട്ടൊക്കെ ആക്കി വെക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ബ്രഷ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്ക് സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്ത് നോക്കാം. സ്പോഞ്ച് വെച്ച് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സ് കഴിയും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ പെയിൻറ്റിങ് കഴിഞ്ഞു. 3 to 4 hours ഉണക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് കോട്ടിംഗ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്ലൂ ഗൺ വരച്ച പോർഷനിൽ മാത്രം വൈറ്റ് പെയിൻറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം.
ഗ്ലൂ ഗൺ വരച്ച പോർഷനിൽ മാത്രമാണ് നമുക്ക് വൈറ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് വരയ്ക്കാൻ. അതുകൊണ്ട് തന്നെ ഈ പോർഷൻ കുറച്ച് ശ്രദ്ധിച്ച് വേണം വരയ്ക്കാനായിട്ട്. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യാം. ഒരു 3 to 4 hours വെയിലത്ത് നന്നായി ഉണക്കാൻ വയ്ക്കുക. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡിയായി. ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു ഫ്ലവർ പോട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം. കളർ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നമ്മളിവിടെ ബ്ലാക്കും വൈറ്റും എടുക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.